എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒന്നിനെ കുറിച്ചാണ്, സമയം. നമ്മൾ എല്ലാവരും എനിക്ക് സമയമില്ല, സമയം കിട്ടിയില്ല, സമയം പോരാ എന്നൊക്കെ പരാതി പറയാറുണ്ട്. പലപ്പോഴും നമുക്ക് തോന്നും, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഈ സമയം പോരല്ലോ. എല്ലാ മനുഷ്യർക്കും അവരവരുടെ ജോലികൾ ചെയ്യാൻ ലഭിക്കുന്നത് 24 മണിക്കൂർ തന്നെയാണ്. പക്ഷേ കുറെ ആളുകൾ തങ്ങൾക്ക് സമയമില്ല എന്ന് പരാതിപ്പെടുന്നു. അപ്പോൾ പ്രശ്നം സമയം ഇല്ലാത്തതല്ല, നമ്മൾ ആ സമയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. ഇന്ന് ടൈം മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള ചില മാർഗങ്ങളും പരിശോധിക്കാം. ആദ്യം നമ്മൾ മാനേജ് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ തന്നെയാണ്. പ്രോക്രാസ്റ്റിനേഷൻ ആണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്യാം എന്ന ഉദാസീന മനോഭാവം. മനസ്സിന് അസ്വസ്ഥത തോന്നിക്കുന്ന, ബുദ്ധിമുട്ടുള്ള വലിയ കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതിനു പിന്നിൽ മടി, ഭയം, തീരുമാനമില്ലായ്മ, എല്ലാം കൃത്യമായും അടുക്കും ചിട്ടയോടും കൂടി മാത്രമേ തങ്ങൾ ചെയ്യൂ എന്ന പിടിവാശി, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാകാം. നാളെ ചെയ്യാം അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്ന ചിന്തയെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം? ഇതിന് പ്രധാനമായും 2 എളുപ്പവഴികളുണ്ട്. ഒന്ന്, 2 മിനിറ്റ് റൂൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതായത് ഒരു കാര്യം 2 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാവുന്നതാണെങ്കിൽ അത് ഉടനെ ചെയ്യുക. ഉദാഹരണത്തിന് ഒരു ഇമെയിലിന് മറുപടി നൽകുക, ഒരു പ്ലേറ്റ് കഴുകി വെക്കുക, അത്തരം ചെറിയ കാര്യങ്ങൾ. ഇത്തരം ചെറിയ കാര്യങ്ങൾ ഉടനുടൻ ചെയ്യുന്നത് ജോലികൾ കൂമ്പാരമാകുന്നത് തടയും. അടുത്തതാണ് പൊമോഡോറോ ടെക്നിക്. ഈ ടെക്നിക് പറയുന്നത് നമ്മൾ 25 മിനിറ്റ് തുടർച്ചയായി ജോലി ചെയ്യുക, അതിനുശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇങ്ങനെ 4 തവണ ആവർത്തിക്കുക. അത് കഴിഞ്ഞാൽ 15 മുതൽ 20 മിനിറ്റ് വരെ ഒരു വലിയ ബ്രേക്ക് എടുക്കുക. വലിയ ജോലികളെ വിഭജിച്ച് ചെറുഭാഗങ്ങളാക്കി ചെയ്യുക. അപ്പോൾ ഇതൊരു വലിയ ജോലിയായി അനുഭവപ്പെടില്ല. 25 മിനിറ്റ് വ്യക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, അതായത് ഫോക്കസ്ഡ് ആയി ഇരിക്കാൻ നമ്മുടെ തലച്ചോറിനും ശരീരത്തിനും സാധിക്കും. അതിനുശേഷം 5 മിനിറ്റ് വിശ്രമമെടുത്ത് ജോലി തുടരുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഊർജ്ജസ്വലമാവുകയും ശ്രദ്ധ പോകാതെ ജോലി തുടരാൻ സാധിക്കുകയും ചെയ്യുന്നു. ഈ കാര്യങ്ങൾ പ്രായോഗികമാക്കാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക? തീർച്ചയായും ഇത് പ്രായോഗികമാക്കാൻ നമുക്കൊരു സിസ്റ്റം വേണം. ഇതിനായി APS എന്ന റൂൾ പാലിക്കാൻ ശ്രമിക്കാം. എന്താണവ? ആദ്യത്തേത് എയിം, ലക്ഷ്യം വെക്കുക, അതായത് ഗോൾ സെറ്റിംഗ്. സ്മാർട്ട് ഗോളുകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൃത്യവും സ്പഷ്ടവും, അതായത് സ്പെസിഫിക്, അളക്കാവുന്നതും, മെഷറബിൾ, സാധ്യമായതും, അച്ചീവബിൾ, യാഥാർത്ഥ്യത്തോട് ചേർന്നു നിൽക്കുന്നതും, റിയലിസ്റ്റിക്, സമയബന്ധിതമായതും, ടൈം ബൗണ്ട് ആയിരിക്കണം. ഉദാഹരണത്തിന്, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നത് ഒരു കൃത്യതയില്ലാത്ത ലക്ഷ്യമാണ്. അടുത്ത 3 മാസത്തിനുള്ളിൽ ഒരു ഇംഗ്ലീഷ് സിനിമ സബ് ടൈറ്റിൽ ഇല്ലാതെ മനസ്സിലാക്കാൻ ഞാൻ ദിവസം 30 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യും എന്നത് കൃത്യവും വ്യക്തവുമായ ഒരു സ്മാർട്ട് ഗോൾ ആണ്. രണ്ടാമത്തേത് പ്ലാൻ ആൻഡ് പ്രയോറിറ്റൈസേഷൻ, അതായത് ആസൂത്രണവും മുൻഗണന നൽകലും. ഇക്കാര്യത്തിൽ ഐസൻഹോവർ മാട്രിക്സ് എന്ന വിഭജന രീതി നമുക്ക് ഉപയോഗിക്കാം. അതായത് നമ്മുടെ ലക്ഷ്യങ്ങളെ 4 തിരിക്കുക. 1, ഏറ്റവും അത്യാവശ്യമായതും അടിയന്തിരമായതും, ഇമ്പോർട്ടന്റ് ആൻഡ് അർജന്റ്. ഉദാഹരണത്തിന് ഒരു മെഡിക്കൽ എമർജൻസി വന്നെന്നിരിക്കട്ടെ. ഈ സാഹചര്യത്തിൽ നമ്മൾ ഒട്ടും സമയം പാഴാക്കാതെ വൈദ്യസഹായം തേടേണ്ടി വരും. രണ്ടാമത്തേത് ഇമ്പോർട്ടന്റ് ബട്ട് നോട്ട് അർജന്റ്. ഒരു തീയതി നിശ്ചയിക്കുകയോ സമയം ഷെഡ്യൂള് ചെയ്യുകയോ ചെയ്ത് നടപ്പിൽ വരുത്തേണ്ട കാര്യങ്ങൾ. ഉദാഹരണത്തിന് ദിവസവും ചെയ്യുന്ന വ്യായാമം, കുടുംബത്തോടൊത്ത് ചെലവഴിക്കുന്ന സമയം,
സ്കിൽ ഡെവലപ്മെന്റ് തുടങ്ങിയവ. മൂന്നാമത്തേത് അർജന്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടന്റ്. നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ കഴിവുള്ള മറ്റൊരാളെ കണ്ടെത്തി അയാളെ കൊണ്ട് ആ ജോലി ചെയ്യിക്കുക, ഡെലഗേഷൻ. ചില വീട്ടുജോലികൾ, ചില ഫോൺ കോളുകൾ, ക്ലറിക്കൽ ജോലികൾ, ഇവയെല്ലാം നമുക്കങ്ങനെ ഡെലഗേറ്റ് ചെയ്യാം. 4. നോട്ട് അർജന്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടന്റ്. നമ്മുടെ സമയം കളയുന്നതും തീർത്തും പ്രയോജനമില്ലാത്തതുമായ കാര്യങ്ങൾ പാടെ ഉപേക്ഷിക്കുക. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയിലെ അർത്ഥമില്ലാത്ത സ്ക്രോളിംഗ്, അനാവശ്യമായ ഷോപ്പിംഗ്, നമുക്ക് ഒരു പ്രയോജനവുമില്ലാത്ത ഫോൺ കോളുകൾ. ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ്, സ്റ്റാർട്ട്, എക്സിക്യൂഷൻ. ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക, അതായത് അവ നടപ്പിൽ വരുത്തുക. ഇവിടെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് ടൈം ബ്ലോക്കിങ്ങിന്റെ പ്രസക്തി. ഓരോ നിശ്ചിത ജോലിക്കും നിശ്ചിത സമയം മാറ്റിവെക്കുന്ന ടൈം മാനേജ്മെന്റ് രീതിയാണ് ടൈം ബ്ലോക്കിംഗ്. നിങ്ങളുടെ കലണ്ടറിനെ ഒരു പസിൽ ബോർഡാക്കി മാറ്റുക. ഓരോ ബ്ലോക്കും ഓരോ ജോലിക്കായി മാറ്റിവെക്കാം. ഉദാഹരണത്തിന് രാവിലെ 6 മുതൽ 6:30 വരെ പ്രഭാത കൃത്യങ്ങൾ, 6:30 മുതൽ 7 വരെ വ്യായാമം, 7 മുതൽ 8 വരെ പാചകം, 9:30 മുതൽ 4:30 വരെ നമ്മുടെ തൊഴിൽ അല്ലെങ്കിൽ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 6 മുതൽ 7 വരെ വിശ്രമം, 7 മുതൽ 8 വരെ കുടുംബത്തോടൊത്ത് ചെലവഴിക്കൽ, 10 മണിക്ക് ഉറക്കം. ഇങ്ങനെ നമ്മുടെ എല്ലാ ടാസ്കുകളും ബ്ലോക്ക് ചെയ്യുക. ഇത് നമ്മുടെ ദിവസത്തിന് കൃത്യമായ ഒരു ഘടന നൽകുന്നു. സിംഗിൾ ടാസ്കിംഗ്. മൾട്ടി ടാസ്കിംഗ് എന്നത് ഒരു മിത്താണ്. മനസ്സ് ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രമേ ഫോക്കസ് ചെയ്യുകയുള്ളൂ. ഒരു ദിവസം ഒരു ബ്ലോക്കിൽ മാത്രം ശ്രദ്ധ ചെലുത്തി ജോലികൾ ചെയ്തു തീർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എല്ലാവരും മനുഷ്യരാണ്, യന്ത്രങ്ങളല്ല. തീർച്ചയായും പലപ്പോഴും ശ്രദ്ധ വ്യതിചലിക്കാനോ വിചാരിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതായത് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും? നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായതും എന്നാൽ മുൻകൂട്ടി അറിയാവുന്നതുമായ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും. നാം അവയെ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസ്, അനാവശ്യമായ ഫോൺ കോളുകൾ എന്നിങ്ങനെ. അവയ്ക്കുള്ള പരിഹാരം ആദ്യമേ മനസ്സിൽ കണ്ടിരിക്കണം. അതായത് ജോലി സമയത്ത് ഫോൺ സൈലന്റ് മോഡിൽ ആക്കി വെക്കുക, അല്ലെങ്കിൽ ജോലി സമയത്ത് അനാവശ്യ കോളുകൾ അറ്റൻഡ് ചെയ്യില്ല എന്ന് തീർച്ചപ്പെടുത്തുക. രണ്ടാമത്തേത് ആസൂത്രിത തടസ്സങ്ങളാണ്, പ്ലാൻഡ് ഇന്ററപ്ഷൻസ്. ഇലക്ട്രിസിറ്റി, ഇന്റർനെറ്റ് എന്നിവയുടെ സർവീസുകൾ നടക്കുമ്പോൾ അവ തടസ്സപ്പെടാൻ ഇടയുണ്ട്. നമ്മുടെ ഷെഡ്യൂളിൽ ഇത്തരം ബ്രേക്കുകൾക്കുള്ള കരുതൽ സമയമായി ഒരു ബഫർ ടൈം കൂടി ഉൾപ്പെടുത്തുക. നിശ്ചിത ജോലിക്കിടയിൽ അല്ലെങ്കിൽ പരിപാടിക്കിടയിൽ അപ്രതീക്ഷിതമായി വരുന്ന കാലതാമസത്തെ പരിഹരിക്കാനായി കുറച്ചു സമയം കൂടുതലായി കരുതുന്ന ഒരു പ്രൊഫഷണൽ രീതിയാണിത്. നമ്മുടെ ലക്ഷ്യത്തിൽ എന്തെങ്കിലും തടസ്സമോ കാലതാമസമോ വന്നാൽ അത് ആ ബഫർ ടൈമിൽ ചെയ്യാം. മൂന്നാമത്തേത് ദിവസേനയുള്ള അവലോകനം, ദ ഡെയിലി റിവ്യൂ. നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചോ എന്നറിയാനുള്ള ഏറ്റവും ഫലവത്തായ മാർഗമാണ് അവലോകനം. ഒരു ദിവസം അവസാനിക്കുമ്പോൾ 5 മിനിറ്റ് സമയം സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കുക. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തീർത്തോ? എന്തെങ്കിലും വീഴ്ച പറ്റിയോ? അത് ഇനി എങ്ങനെ തിരുത്താം? എന്തെല്ലാം കാര്യങ്ങളിൽ മെച്ചപ്പെടുത്താം? നാളെ ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് നമ്മൾ നമ്മോട് തന്നെ നടത്തുന്ന ഒരു ആശയവിനിമയമാണ്. പക്ഷേ ദീർഘകാലം ഇത് ചെയ്താൽ നമ്മുടെ കാര്യക്ഷമതയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് ടൈം മാനേജ്മെന്റ് എന്നത് കർശനമായ ഒരു ഷെഡ്യൂൾ ആകണമെന്ന് നിർബന്ധമില്ല. മറിച്ച് അത് അനുയോജ്യമായ മാറ്റം വരുത്താവുന്ന ഒരു ഫ്ലെക്സിബിൾ സിസ്റ്റമാണ്. കാലാകാലങ്ങളിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താം. നമ്മുടെ ലക്ഷ്യം സമയം നിയന്ത്രിക്കുക എന്നതല്ല,
മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നമ്മളിൽ തന്നെ ഉണ്ടാവുക എന്നതാണ്. സമയം നമ്മുടെ ഏറ്റവും വിലയേറിയ സമ്പത്താണ്. നാം എങ്ങനെ സമയം ചെലവഴിക്കുന്നു എന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത്. സമയവും തിരമാലകളും ആരെയും കാത്തു നിൽക്കില്ല എന്ന് നമുക്ക് എല്ലായ്പ്പോഴും മനസ്സിലോർക്കാം.